അല്ലാതെ വാൽമീകി വെറുതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു സാധാരണ കഥാകൃത്തം മംഗളത്തിലും മറ്റും കഥ എഴുതുന്ന ആളോ വാൽമീകി? അയ്യോ, നല്ലപോലെ ഭർത്തൃധർമ്മം അനുഷ്ഠിച്ച് ജീവിക്കുന്ന ആളാണ് കേട്ടാ ഞങ്ങളുടെ രാജാവേ. ഭാര്യ സാരി മേടിച്ചു കൊടുത്തു പറഞ്ഞാൽ സാരി മേടിച്ചു കൊടുത്തു. എന്താ ഇടുന്ന സാധനം ഉണ്ടല്ലോ, കമ്മീസ് മേടിച്ചു കൊടുക്കണമെന്ന് കമ്മീസ് മേടിച്ചു കൊടുത്തു. സാരി പറയാം, അതിൻ്റെ പേര് എനിക്കറിയാവുള്ളൂ. സാരി വേണമെന്ന് പറഞ്ഞാൽ സാരി മേടിച്ചു കൊടുത്തു, ബ്ലൗസ് മേടിച്ചു കൊടുത്തു. ഇങ്ങനെ ജനങ്ങൾ രാജാവിനെ പ്രശംസിച്ചാൽ മതിയോ? നാരദൻ എന്ന് വെച്ചാൽ എന്താണ്? വാർത്ത വിതരണം ചെയ്യുന്നവനെന്നാണ് അർത്ഥം. അറിഞ്ഞാ എന്ന് ചോദിക്കും. അപ്പോൾ അറിയാൻ ചെവി അങ്ങോട്ട് കൊടുത്ത് മറ്റവൻ്റെ വായിലേക്ക് ചെവി തള്ളി കയറ്റി വെച്ച് കൊടുക്കും. ഇതറിയാനാണ്. പരദൂഷണം. പഴയ രാജാവേ, അങ്ങയുടെ ഈ ഇടതുവശത്തിരിക്കുന്ന സ്ത്രീ എവിടെയായിരുന്നു കുറേ കാലം? രാമനൊന്ന് ചളങ്ങും. അന്തഃപുരത്തിൽ വസിച്ച സീതയെ തൻ്റെ വാമഭാഗത്തിരുത്തിക്കൊണ്ടാണ് ഇതിന് മറുപടി പറയുന്നത്. ഇവിടെ ഈ ധർമ്മനിർണയത്തിന്റെ ഒരു പ്രശ്നം എപ്പോഴും ഉദിക്കുന്നില്ലേ? കാരണം രാമന് രാജധർമ്മത്തോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള ധർമ്മമല്ലേ ഭർത്തൃധർമ്മവും. ഇവിടെ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് എപ്പോഴും സീതയ്ക്കാണ്. ആദ്യം സ്ത്രീപക്ഷ ചിന്തകളിൽ പലപ്പോഴും ഉണ്ടാവാറുള്ളതാണ്. ആദ്യം അഗ്നിശുദ്ധി തന്നെ തെളിയിച്ചു, അതിനുശേഷം ഭർത്താവ് ഈ ഒരു പ്രശ്നത്തിൽ തന്നെ ഉപേക്ഷിച്ചു. അപ്പോൾ ഭരണാധിപൻ എന്നുള്ള നിലയിൽ രാമന്റെ പല അവകാശങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സീത എന്നുള്ളൊരു വ്യക്തിയുടെ രാജ്ഞിയുടെ ജീവിതത്തിൽ പല നഷ്ടങ്ങളും സംഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതിനൊക്കെ ഇടയായിട്ടുള്ളത്, അനുഭവങ്ങൾ മുഴുവൻ ഉണ്ടായിട്ടുള്ളത് സീതയ്ക്കുമാണ്. അപ്പോൾ സീതയ്ക്ക് ഒരുപക്ഷെ ഭർത്താവ് എന്നുള്ള നിലയിൽ രാമൻ തൻ്റെ കടമ പാലിച്ചില്ല എന്ന ഒരു പ്രശ്നം അവിടെ ഉണ്ടായിക്കൂടെ? ഈ ഭർത്തൃധർമ്മം പാലിക്കുന്ന ഒരു ഭർത്താവിനെ ആവിഷ്കരിക്കുകയല്ല വാൽമീകിയുടെ ലക്ഷ്യം. എല്ലാ ഭർത്താക്കന്മാരും ഭാര്യയ്ക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, മക്കൾക്കും കുടുംബത്തിനും ആണ്. അങ്ങനെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരാളായിരിക്കരുത് ഭരണാധികാരി. അതാണ് ഇപ്പോൾ ലക്ഷ്മി പറഞ്ഞ പ്രശ്നത്തിലേക്ക് അതിന് വേറൊരു വശമുണ്ട്, ഞാൻ വരാമതിനകത്തേക്ക്. അപ്പോൾ ചർച്ചയ്ക്ക് ഇത്തിരി വ്യതിചലനം വരും എന്ന് മാത്രമേ ഉള്ളൂ. ഭർത്തൃധർമ്മം അനുഷ്ഠിച്ച് ജീവിച്ച ഒരു വ്യക്തിയെ ആവിഷ്കരിക്കുകയല്ല, ഭർത്തൃധർമ്മം ലംഘിച്ചും ലോകധർമ്മത്തെ തൻ്റെ ജീവിതവ്രതമായി സ്വീകരിച്ച, അതാണ് ആദ്യം തന്നെ ചോദിക്കുന്നത്. നാരദൻ വന്നപ്പോൾ, ആശ്രമത്തിൽ വന്നപ്പോൾ നാരദനോട് ചോദിക്കും, ഏറ്റവും ധർമ്മിഷ്ഠനായ കോന്മസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ എന്ന് ചോദിക്കും. ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച സത്യവാക്യോ ദൃഢവ്രതനായ ഒരു വ്യക്തി. ഈ അങ്ങ് മൂന്ന് ലോകങ്ങളിൽ സഞ്ചരിക്കുന്നയാളാണല്ലോ. അന്നത്തെ റോയിട്ടറായിരുന്നു നാരദൻ. നാരദൻ എന്ന് വെച്ചാൽ എന്താണ്? വാർത്ത വിതരണം ചെയ്യുന്നവനെന്നാണ് അർത്ഥം നാരദൻ എന്നുള്ള വാക്കിന്. നാരസ്യ ഇതം, നരനെ സംബന്ധിക്കുന്നതാണ് നരൻ്റെ ജീവിതത്തിലെ സംഭവങ്ങളാണ്. നരൻ്റെ ജീവിതത്തിലെ സംഭവങ്ങൾ എന്താണ്? നരൻ്റെ ജീവിതത്തിലെ വൃത്താന്തങ്ങളാണ് ന്യൂസ്. അതിപ്പോൾ ഈ കമ്പ്യൂട്ടറിലേക്ക് കൂടി വരുന്നതിനേക്കാൾ വേഗത്തിൽ വരും. ഇദ്ദേഹത്തിന് 1/2 സെക്കൻഡ് കൊണ്ട് ഭൂമിയിലെത്താൻ പറ്റും, ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലെത്താൻ പറ്റും, പാതാളത്തിലെത്താൻ പറ്റും, 14 ലോകങ്ങളിലെത്താൻ പറ്റും. അപ്പോൾ വലിയ ഒരു വാർത്താ ശൃംഖലയുടെ എന്താണ് മർഡോക്ക് റിപ്പോർട്ടർ പോലുള്ള ഒരുത്തരായിരുന്നു എന്ന് നമുക്ക് ഫലിതത്തിന് വേണ്ടി പറയാം. അപ്പോൾ 3 ലോകത്തിലും ഉണ്ടോ എന്ന് ചോദിച്ചത് ഈ 3 ലോകത്തും പരിചയമുള്ള ആളായതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരാളെക്കുറിച്ച് സംശയം ചോദിക്കാൻ പറ്റിയ ആൾ നാരദ മഹർഷിയാണ്. നാരദ മഹർഷിയോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇക്ഷ്വാകു വംശപ്രഭവോ രാമോ നാമ ജനൈശ്രുത. ഇക്ഷ്വാകുവിൻ്റെ വംശത്തിൽ, സൂര്യവംശത്തിൽ രാമൻ എന്ന പേരായിട്ടൊരു രാജാവുണ്ട്. ആ രാജാവിനെ തന്നെ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുക വാൽമീകിയും. അപ്പോൾ നാരദൻ്റെ അനുവാദം കിട്ടി. സത്യവാക്കായിരിക്കണം, ദൃഢവ്രതനായിരിക്കണം, ധർമ്മജ്ഞനായിരിക്കണം. അവിടെ ധർമ്മജ്ഞൻ എന്ന് പറഞ്ഞാൽ ലോകധർമ്മത്തിൽ പ്രവീണൻ എന്നാണ് അർത്ഥം. അല്ല ഭർത്തൃധർമ്മം അനുഷ്ഠിക്കുന്നവനല്ല. മിക്കവാറും ഭർത്താക്കന്മാരൊക്കെ, ഒരു ഭൂരിപക്ഷം ഭർത്താക്കന്മാരും ഭർത്തൃധർമ്മം അനുഷ്ഠിച്ച് ഭാര്യയ്ക്ക് അനുകൂലമായി ജീവിക്കുന്ന വ്യക്തികളാണ്. പക്ഷെ വാൽമീകി രാമനെ അവതരിപ്പിക്കുന്നത് ഒരു ശ്രേഷ്ഠനായ രാജാവ് മാത്രമായിട്ടാണോ? മര്യാദാ പുരുഷോത്തമനായിട്ടല്ലേ? ഹിന്ദിക്കാരുടെ വാക്കാണിത്. ഹിന്ദിക്കാർ കാര്യം മനസ്സിലാക്കാതെ പറയുന്നവരാ. അത് പോട്ടെ. അവിടെ ഒരു മകൻ എന്ന രീതിയിലും ഭർത്താവ് എന്നുള്ള രീതിയിലും അച്ഛനെന്നുള്ള രീതിയിലും രാജാവെന്നുള്ള രീതിയിലും ഒക്കെ അദ്ദേഹം ഉത്തമനായിരിക്കേണ്ടതാണ്. ഭർത്താവ് എന്നുള്ള നിലയിൽ ഉത്തമനാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അങ്ങോട്ട് ഞാൻ വരട്ടെ, നിങ്ങളൊന്ന് സമ്മതിക്കേ, ഞാൻ അങ്ങോട്ട് എത്താൻ. അപ്പോൾ ഇതാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ ഇപ്പോൾ ജനങ്ങൾ എന്താ ആഗ്രഹിക്കും?
അയ്യോ നല്ലപോലെ ഭർത്തൃധർമ്മം അനുഷ്ഠിച്ച് ജീവിക്കുന്ന ആളാണ് കേട്ടാ ഞങ്ങളുടെ രാജാവേ. ഇത് ജനങ്ങൾക്ക് ഇഷ്ടമായിരിക്കുമോ? അങ്ങനെ ഒരു രാജാവിനോട് ജനങ്ങൾക്ക് അഭിമതം ഉണ്ടായിരിക്കുമോ? കേട്ടോ, ഭാര്യ സാരി മേടിച്ചു കൊടുക്കുന്നു പറഞ്ഞാൽ സാരി മേടിച്ചു കൊടുത്തു. എന്താ ഇടുന്ന സാധനം ഉണ്ടല്ലോ, കമ്മീസ് മേടിച്ചു കൊടുക്കുന്നു, കമ്മീസ് മേടിച്ചു കൊടുത്തു. സാരി പറയാം, അതിൻ്റെ പേര് എനിക്കറിയാവുള്ളൂ. സാരി വേണമെന്ന് പറഞ്ഞാൽ സാരി മേടിച്ചു കൊടുത്തു, ബ്ലൗസ് മേടിച്ചു കൊടുത്തു. ഇങ്ങനെ ജനങ്ങൾ രാജാവിനെ പ്രശംസിച്ചാൽ മതിയോ? ജനങ്ങളും രാജാവിൻ്റെ ഭാര്യയും തമ്മിൽ ഭരണപരമായ സ്വഭാവശുദ്ധി, അത് ഭരണപരമായ ഒരു പ്രശ്നമാണത്. അല്ലാതെ വെറുതെ സീതയുടെ സ്വഭാവത്തെ മാത്രം ആശ്രയിക്കുന്നതല്ലാതെ രാജാവ് അന്തിമമായ തീരുമാനങ്ങൾ കോടതിയിൽ നിന്ന് വിട്ട് രാമൻ്റെ മുമ്പിൽ എത്തുന്ന അന്തിമമായി തീരുമാനിക്കേണ്ടുന്ന അനേകം വിവാദ പ്രശ്നങ്ങളുണ്ട്, ന്യായം വിധിക്കേണ്ടുന്ന. ആ സമയത്ത് രാജാവ് പട്ടമഹിഷി സഹിതനായിട്ടിരുന്നുകൊണ്ട് വേണം ന്യായം വിധിക്കാൻ. ഇപ്പോൾ ഒരു പ്രജ വന്നിട്ട് പറയാണ്, മഹാരാജാവേ, എൻ്റെ ഈ ഭാര്യ 6 മാസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല, അവൾ ഏതെല്ലാമോ തെരുവുകളിൽ തെണ്ടി നടക്കുകയും മറ്റ് പലരുടെ കൂടെയും താമസിക്കുകയും ചെയ്തിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നു, എന്നെ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട്, നിങ്ങളുടെ ഭാര്യയല്ലേ ഞാൻ, അതുകൊണ്ട് നിങ്ങൾ എന്നെ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് വരുന്നു. എനിക്കിവളെ സ്വീകരിക്കാൻ സാധ്യമല്ല എന്നൊരു പ്രശ്നം രാമൻ്റെ മുമ്പിൽ വരികയാണെന്ന് അങ്ങ് സങ്കല്പിക്കുക. അപ്പോൾ രാമനും ആരുമുണ്ട്? രാമനുമുണ്ട്, സീതയുമുണ്ട്. കോടതിയിൽ നിന്നൊക്കെ രാമൻ്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് അന്തിമ തീരുമാനത്തിന്, സുപ്രീം കോർട്ട് എന്നുള്ള നിലയിൽ, അന്തിമ ന്യായപീഠം എന്നുള്ള നിലയിൽ. രാമനൊന്ന് ചളങ്ങും. ഇത് 6 മാസമേ ഉള്ളൂ. മറ്റേത് 11 മാസവും 20 ദിവസവും ഉണ്ടായിരുന്നു രാവണൻ്റെ. ലങ്കയിൽ നിരാലംബയായിട്ട്, നിസ്സഹായയായിട്ട്, അതും സാധാരണഗതിയിൽ വളരെ ഉച്ഛൃംഖല സ്വഭാവത്തോടു കൂടിയ രാക്ഷസ രാജാവിൻ്റെ അന്തഃപുരത്തിലല്ല വസിച്ചിരുന്നു, അത് വേറെ കാര്യം, ജനങ്ങളത് അറിയുന്നില്ലല്ലോ. അന്തഃപുരത്തിൽ വസിച്ച സീതയെ തൻ്റെ വാമഭാഗത്തിരുത്തിക്കൊണ്ടാണ് ഇതിന് മറുപടി പറയേണ്ടത്. രാമനെന്തോരം അങ്ങനെ അരഞ്ഞു നടന്നിരുന്ന ഒരു സ്ത്രീയെ നിങ്ങൾ ഭാര്യയായി സ്വീകരിക്കണമെന്നല്ലേ പറയാനൊക്കെയുള്ളൂ സാധാരണഗതിയിൽ. അപ്പോൾ അവൾ ചോദിക്കാൻ, അപ്പോഴേ രാജാവേ, അങ്ങയുടെ ഈ ഇടതുവശത്തിരിക്കുന്ന സ്ത്രീ എവിടെയായിരുന്നു കുറേ കാലം എന്ന് ചോദിച്ചാൽ, എന്തോരും കോടതിയെ വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മതിയോ? ഞാനാണ് അന്തിമമായ കോടതി, ഞാനാണ് സുപ്രീം കോർട്ട്, സുപ്രീം കോടതിയെ വിമർശിക്കാൻ പാടില്ല. സുപ്രീം കോടതി ചോദിച്ചാൽ കോർട്ടലക്ഷ്യം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ മതിയോ രാമന്? ഇത് കോർട്ടലക്ഷ്യമാണ് ഈ ചോദ്യം എന്ന് പറഞ്ഞാൽ മതിയോ? നല്ല അസലായിട്ട് ലജ്ജിക്കും അവിടെ ഇരുന്ന്. അപ്പോൾ തൻ്റെ കർത്തവ്യ നിർവഹണത്തിന്, ധർമാനുഷ്ഠാനത്തിന് ഇത്തരം ഒരു ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഉത്തമമല്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടും. പിന്നെ മറ്റൊന്ന്, എന്താണ് ഭർത്താവിൻ്റെ ധർമ്മം? ഭാര്യയോട് ജീവിക്കുക എന്നുള്ളതല്ല ഭർത്തൃധർമ്മം. പിന്നെന്താണ് ഭർത്തൃധർമ്മം? ഭാര്യ ചാരിത്രവതിയായിരിക്കെ അവൾക്ക് ചാരിത്രമില്ല എന്ന് ജനങ്ങൾ വിശ്വസിച്ചാൽ അവൾ ചാരിത്രവതിയാണെന്ന് ഭർത്താവ് ജനങ്ങളുടെ മുമ്പിൽ സ്ഥാപിച്ചു കൊടുക്കുകയാണ് വേണ്ടത്, അല്ലേ? സ്ഥാപിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. രാമൻ കാട്ടിൽ സീതയെ ഉപേക്ഷിച്ചത് കൊണ്ടാണ് സീത ചാരിത്രവതിയായിരുന്നു എന്ന് ജനങ്ങൾ ധരിക്കാൻ സന്ദർഭമുണ്ടായത്, അല്ലെങ്കിൽ ധരിക്കില്ല. അപ്പോൾ ലങ്കയിൽ വെച്ച് നടന്ന അഗ്നിപരിശുദ്ധി സ്വന്തം നിലയിൽ തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് പ്രചരിപ്പിച്ചു. അത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ അബദ്ധമാവും. അപ്പോൾ ആളുകൾ വിശ്വസിക്കില്ല. അത് നിർബന്ധിതമായ ഒരു സംഗതിയാണ്. അപ്പോൾ ജനങ്ങൾ നേരെ തിരിച്ചു പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് രാജ്ഞിയിൽ ഒരാശങ്ക ആരോപിച്ചപ്പോൾ, ചാരിത്ര സംശയം ആരോപിച്ചപ്പോൾ, ഇതറിയാമായിരുന്ന രാജാവ് ഇത്ര കഠിനമായി രാജ്ഞിയെ ശിക്ഷിക്കാമായിരുന്നു. എന്തൊരു നിഷ്ഠുര ഹൃദയനായ രാജാവ്! തെറ്റ് ചെയ്യാത്ത അനപരാധയായ സ്ത്രീയെ, സ്വന്തം ഭാര്യയെ, തെറ്റ് ചെയ്തിട്ടില്ല, ചാരിത്രവതിയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ, ശുദ്ധശീലയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ രാജാവ് ഇതാ ക്രൂരമായി ശിക്ഷിച്ചിരിക്കുന്നു. ഒരു ക്രൂരനായ രാജാവ് ഈ സൂര്യവംശത്തിൽ എങ്ങനെ വന്ന് പിറന്നു? സീതയുടെ ചാരിത്രശുദ്ധി പ്രഖ്യാപിച്ച വിധം കണ്ടോ? ഇതാണ് ഭർത്തൃധർമാനുഷ്ഠാനം. ഇതാണ് ഭാര്യ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഭർത്തൃധർമാനുഷ്ഠാനം. അതല്ലാതെ ഒരു വിധത്തിലും, അല്ലെങ്കിൽ പിന്നെ അഗ്നി തന്നെ അവതരിച്ച് പറയണം. അഗ്നി അവതരിച്ച് പറയാൻ തന്നെ സാധാരണ ജനങ്ങൾ ഉപയോഗിച്ചു, അത് അഗ്നി അല്ലായിരിക്കും എന്ന് പറയും. ശരിക്കുള്ള അഗ്നി ആയിരിക്കില്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് അഗ്നി ആയിരിക്കും.
എന്ന് പറയും. കാരണം ഇത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കാൻ മനുഷ്യന് ജന്മനാ തന്നെ ഒരു വാസനയുണ്ട്. നല്ല കാര്യങ്ങളിൽ വിശ്വസിക്കാനല്ല, ചീത്ത കാര്യങ്ങളിൽ വിശ്വസിക്കാനാണ്. അറിഞ്ഞാ എന്ന് ചോദിക്കും. അപ്പോൾ അറിയാൻ ചെവി അങ്ങോട്ട് കൊടുത്ത് മറ്റവൻ്റെ വായിലേക്ക് ചെവി തള്ളി കയറ്റി വെച്ച് കൊടുക്കും. ഇതറിയാനാണ്. പരദൂഷണം അതാർക്കും ഇതാണ്. ഈ പ്രശംസയും പരദൂഷണവും എല്ലാവർക്കും ബധ്യമാണ്. ജൂലിയസ് സീസർ അതിന് വളരെ എതിരായിരുന്നു. അപ്പോൾ ഒരുത്തൻ ചെന്നിട്ട് പറഞ്ഞു, പ്രശംസയിൽ വീഴാത്ത ഒരാൾ അങ്ങ് മാത്രമേ ഉള്ളൂ ഈ ഇറ്റലിയിൽ. അതിൽ വീണുപോയി. അപ്പോൾ പ്രശംസയിൽ വീഴാത്ത ആളിനെ പ്രശംസിച്ച് വീഴ്ത്തിയതാണ് കണ്ടത്. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് നല്ല പൊങ്ങച്ചം. അങ്ങനെ ഒരാളേ ഉള്ളൂ, അത് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. അവൻ അപ്പം തന്നെ പിടിച്ച് അവൻ്റെ വിരല മുറിച്ച് കളയേണ്ട ആവശ്യമേ ഉള്ളൂ. അത് ചെയ്തില്ല. അപ്പോൾ വീഴുകയാണ്. അപ്പോൾ രാമൻ സീതയെ ഉപേക്ഷിച്ചില്ലായിരുന്നു എങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? സീതയുടെ ഈ ചാരിത്രശുദ്ധി ജനങ്ങളുടെ ഇടയിൽ വിളംബരം ചെയ്യപ്പെടുമായിരുന്നില്ല. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ സീതയുടെ ചാരിത്രശുദ്ധി വിളംബരം ചെയ്യപ്പെടാനുള്ള ഒരു തന്ത്രവും ഇതിൻ്റെ പിന്നിലുണ്ട്. അല്ലാതെ ഏത് വിധത്തിൽ സീത ചാരിത്രവതിയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തും? അപ്പോൾ രാമൻ സ്വയം തെറ്റ് ചെയ്യാത്ത ഭാര്യയെ കാനനത്തിൽ ഉപേക്ഷിച്ച് കളഞ്ഞ ആളാണ് എന്ന ഒരു കുറ്റം ഇപ്പോഴും അതിൻ്റെ പേരിൽ രാമനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയല്ലേ നിരൂപകന്മാരും ജനങ്ങളും. ഇപ്പോൾ തന്നെ വിമർശനം വന്നില്ലേ? രാമനെ മനസ്സിലാക്കാതെ ഉന്നത ആശനായ ഒരു വ്യക്തിയെ, ഭർത്താവിന് വേണ്ടി വലിയ ത്യാഗം സഹിച്ച ഒരു വ്യക്തിയെ, നിഷ്ഠുരനായ രാജാവാണ്, നിർദ്ദയനായ രാജാവാണ്, നിർദാക്ഷിണ്യനായ രാജാവാണ്, കുടുംബത്തെ നോക്കാത്ത രാജാവാണ് എന്ന വിമർശനം ഏറ്റുവാങ്ങിക്കൊണ്ട്, തൻ്റെ നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് ഭാര്യയുടെ ചാരിത്രത്തെ വിളംബരം ചെയ്ത ഒരു പുരുഷനെ ഏത് സ്ത്രീയാണ് കാമിക്കാത്തത്? അതാണ് യഥാർത്ഥമായ ഭർതൃധർമ്മം. അത് സീതയെ രാമൻ ഉപേക്ഷിച്ചിട്ടില്ല. സീതയെ രാമൻ ഉപേക്ഷിച്ചു എന്ന് നമുക്ക് തോന്നിയതാണ്, വെറുതെ തോന്നലാണത്. വാൽമീകിയുടെ ആശ്രമത്തിൻ്റെ പ്രാന്തത്തിൽ കൊണ്ടുപോയി വിടുക എന്നാണ്. ഈ വാൽമീകി ആരാണ്? വാൽമീകി ജനകൻ്റെ സുഹൃത്താണ്. അപ്പോൾ അമ്മായിയപ്പൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പഠിക്കൊണ്ട് വിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ കയറി താമസിച്ചോളൂ. വളരെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റിയെന്നേ ഉള്ളൂ. തൻ്റെ കൂടെ ഇല്ലെന്ന് മാത്രം. അതിലൊരു വലിയ ത്യാഗമുണ്ട്. ഈ ഭാര്യാവിരഹം എന്ന അതീവ ദുഃഖം സഹിച്ചുകൊണ്ട് ഭാര്യയുടെ ചാരിത്രത്തെ തൻ്റെ ഒരു ഉപേക്ഷാ നാടകത്തിലൂടെ, അങ്ങനെയാണ് തന്നെ വിശേഷിപ്പിക്കേണ്ടത്, ഒരു സീതാപരിത്യാഗ നാടകത്തിലൂടെ തൻ്റെ ഭർത്താവ് എന്ന നിലയിലുള്ള അനന്യസാധാരണമായ മഹത്വം പ്രഖ്യാപിച്ചയാളാണ്. എന്നിട്ട് ജനങ്ങൾ അതിനെ പ്രതിഫലമായിട്ട് അദ്ദേഹത്തിന് എന്ത് കൊടുത്തു? ഭാര്യയെ ഉപേക്ഷിച്ച ക്രൂരൻ എന്നുള്ള പ്രതിഫലമാണ് അദ്ദേഹത്തിന് കൊടുത്തത്. ഇത് നിത്യമായി തൻ്റെ നെഞ്ചത്തേറ്റിക്കൊണ്ട് അദ്ദേഹം നിൽക്കുകയാണ് എന്നത്തെയും ഭാര്യയെ സ്നേഹിച്ച മാതൃകാ ഭർത്താവായിട്ട്. അതാണ് അതിൻ്റെ വ്യാഖ്യാനം. അല്ലാതെ വാൽമീകി വെറുതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു സാധാരണ കഥാകൃത്ത് എന്ത് ഈ എന്തെന്ന് ആ വാക്കുകളൊന്നും മനസ്സിലേക്ക് വരുന്നില്ലല്ലോ. മംഗളത്തിലും മറ്റും കഥ എഴുതുന്ന ആളോ വാൽമീകി? അല്ല. അദ്ദേഹത്തിൻ്റെ ഹൃദയ വിചാരഗതികളുടെ അഗാധതയിലേക്ക് നാം സഞ്ചരിച്ചെത്തണം. ഇപ്പോൾ കുട്ടിക്കൃഷ്ണമാരാർ പറഞ്ഞതുപോലെ അദ്ദേഹം ശരി ഭരതനെ രാജ്യമേൽപ്പിച്ചു, അതാണ് പിന്നെ ചെയ്യാവുന്നത്. സീതയോടുള്ള പ്രേമം കാരണം ഭരതനെ രാജ്യമേൽപ്പിച്ചിട്ട് അദ്ദേഹം സീതയോടെ കാട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഉറപ്പായി നമ്മൾ പറഞ്ഞത് ശരിയാണ്. രാജാവ് സീതയുമായിട്ട് നാട് വിട്ട് കളഞ്ഞു, നാണിച്ചിട്ട് ലജ്ജിച്ചിട്ട് ജനങ്ങളുടെ മുഖത്ത് നമ്മുടെ മുഖത്ത് നോക്കാൻ ധൈര്യമില്ലാഞ്ഞിട്ട് അദ്ദേഹം ഭാര്യയുമായിട്ട് നാട് വിട്ടു. ഇപ്പോൾ അതേ നേരം വെളുത്തപ്പോൾ ഭരതനിരുന്ന് രാജ്യം ഭരിക്കുന്നു. ഭരതൻ രാജ്യം ഭരിക്കാനല്ല, ഭരതനെക്കുറിച്ചല്ല രാമായണം എഴുതിയിരിക്കുന്നത്. രാജ്യത്തിലും ഭോഗസുഖങ്ങളിലും ആസക്തിയുണ്ടോ ഇല്ലയോ എന്നുള്ള പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് രാജ്യത്തിന് വേറൊരു അവകാശിയെ വാൽമീകി കൊണ്ടുവന്നത്.